സാംസ് ക്ലബ്ബ് അമേരിക്കയിൽ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് സാംസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ സാംസ് ക്ലബ്ബ് പോലെ തന്നെ വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട്, കോസ്കോ എന്ന് പറയും. അവിടെയും നമുക്ക് ഇതുപോലെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ ചെല്ലണമെങ്കിൽ ഇവിടുത്തെ ഒരു മെമ്പർഷിപ്പ് കാർഡ് വേണം. അതിന് ആ മെമ്പർഷിപ്പ് കാർഡുള്ള മെമ്പേഴ്സായവർക്ക് മാത്രമേ ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു വർഷത്തെ മെമ്പർഷിപ്പിന് ഏകദേശം $50 $60 അങ്ങനെ റേഞ്ചിലാണ് അവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. മിക്കവാറും $50 ആയിരിക്കും, അല്ലെ 50 60 ആ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ വിലക്കുറവുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. മിക്കവാറും ഒരു വലിയ കാർട്ടൺ ബോക്സിലാണ് നമുക്ക് 6 പീസ് 12 പീസ് അങ്ങനെ വലിയ തോതിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ കൂടുതലും സാധിക്കത്തുള്ളൂ. 1-2 പീസാണെങ്കിലും എടുക്കാം. ബട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ 6 പീസായിട്ട് 12 പീസായിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൂടുതൽ എടുക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റേതായ വില വ്യത്യാസം നമുക്ക്, അതായത് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധാരണ മേടിക്കുന്നത് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഈ കോസ്കോയിലും സാംസ് ക്ലബ്ബിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഇവിടെ കയറി സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മേടിച്ച സാധനങ്ങൾ ബില്ല് ചെയ്യണമെങ്കിൽ ഇവരുടെ മെമ്പർഷിപ്പ് കാർഡിൻ്റെ നമ്പർ വേണം നമുക്ക് സാധനങ്ങൾ ബില്ല് ചെയ്യണമെങ്കിലും. അപ്പം ആ രീതിയിൽ എടുത്തവർക്ക് മാത്രമേ ഇത് ബില്ല് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള റാക്കിൽ പോയി ഓരോ കാർട്ടണായിട്ട് 6 പീസ് 12 പീസ് ഉൾപ്പെടെയുള്ള ഒരു കാർട്ടണായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മളെടുത്ത് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ രീതിയിൽ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. ഓരോ 6 പീസായിട്ടും 8 പീസായിട്ടും 12 പീസായിട്ടും അങ്ങനെയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഇതാണ് സാംസ് ക്ലബ്ബിലെ പ്രത്യേകത. അപ്പം ഞങ്ങൾ കൂടുതലായിട്ട് സാംസ് ക്ലബ്ബിലാണ് വന്ന് മേടിക്കുന്നത്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഇവിടെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നാണ് മേടിക്കുന്നത്. ഇത് രണ്ടും കോസ്കോ ആണെങ്കിലും സാംസ് ക്ലബ്ബ് ആണെങ്കിലും എല്ലാം ഒരേ റേഞ്ചിൽ ഉള്ള ഒരു സ്ഥാപനങ്ങളാണ്. അപ്പം പ്രൈസ് ഏകദേശം രണ്ടിടത്തും ഏകദേശം സെയിം ആയിരിക്കും. അപ്പം അങ്ങനെയാണ് സാംസ് ക്ലബ്ബിൻ്റെ ഒരു കാര്യം. അപ്പം ഇത് അമേരിക്കയിലെ ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റായിട്ടാണ് സാംസ് ക്ലബ്ബ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ സാംസ് ക്ലബ്ബിൽ വന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ എല്ലാം ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്ക് ഇറച്ചി ഐറ്റംസും മറ്റ് നോൺ വെജ് ഐറ്റംസും എല്ലാം നമുക്ക് അത്യാവശ്യം ഇവിടെയും കിട്ടും. മറ്റുള്ളയിടത്ത് ഉള്ളതിനേക്കാൾ ഒരല്പം വില വ്യത്യാസം കുറവുണ്ടാവും, വില കുറച്ച് കുറവായിരിക്കും. അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ് പോലെ ആണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് പോലെയാണ്. അതുകൊണ്ടാണ് എല്ലാത്തരം ഈ ചിക്കനും ബീഫും മട്ടനും എല്ലാ ഐറ്റംസും അത്യാവശ്യം ഇവിടെ നമുക്ക് ലഭിക്കും. പക്ഷേ അപ്പോൾ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഒരു ഹോൾസെയിൽ മാർക്കറ്റായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. ഹോൾസെയിലായിട്ടാണ് നമുക്ക് വില വ്യത്യാസം നന്നായിട്ട് നമുക്ക് അതിന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാധാരണ ഇതിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലൊരു വില വ്യത്യാസം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അത് എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഒരു സ്ഥലത്ത് തന്നെ എല്ലാം കിട്ടുകയും ചെയ്യും. പക്ഷേ ആ വിലയിൽ നല്ല വ്യത്യാസവും നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടും. ഇവിടെ അങ്ങനെ ഇറച്ചിയായിട്ടും എല്ലാ ഐറ്റംസും നമുക്കിവിടെ നമുക്ക് വേണ്ടത് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ തന്നെ അതിലൊരു വലിയ വില വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് സാംസ് ക്ലബ്ബും കോസ്കോ എന്നുള്ള ഹോൾസെയിൽ സ്ഥാപനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റ് കടകളിൽ നിന്നുള്ള വ്യത്യാസം. അപ്പം നമ്മുടെ നല്ല പർച്ചേസിനൊക്കെ നമ്മളിവിടെ തന്നെയാണ് വരുന്നത്. ഈ കാണുന്നത് ചീസ് കേക്ക് എന്ന് പറയും. അമേരിക്കയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ചീസ് കേക്ക്. അത് ഏറ്റവും നല്ല രുചിയുള്ള അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും മറ്റുള്ള എല്ലാ രാജ്യക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ കാണുന്ന ചീസ് കേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ വെറൈറ്റി കേക്കുകളുടെ ഒരു ലോകവും കൂടിയാണ് ഇവിടെ. കൂടുതലായിട്ട് നമ്മൾ കേക്കുകളെല്ലാം മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള സാംസ് ക്ലബ്ബിലൊക്കെയാണ് കൂടുതലായി വരുന്നത്. അതുപോലെ മറ്റുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ നമുക്കിവിടെ അവൈലബിളാണ്.